ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദൈവവചനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യമാണ്. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കെടുത്തുകയില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇത്. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കെടുത്തുകയില്ല. ഞാങ്ങണ ഏറെ വളരുന്ന ചെടിയാണ്. അത് വളഞ്ഞ് വഴിയിലേക്ക് വീണാൽ മുറിച്ച് മുന്നോട്ട് പോകാനാണ് ആളുകൾക്ക് താല്പര്യം. എന്നാൽ അത് വച്ച് കെട്ടി വളർത്താനാണ് കർത്താവ് ആഗ്രഹിക്കുക. ഞാൻ 4-ലോ 5-ലോ പഠിക്കുന്ന കാലഘട്ടം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ചക്കയുണ്ടാകുന്ന ഒരു പ്ലാവിൻ്റെ തൈ കിട്ടി. അത് പറമ്പിൻ്റെ ഒരു സൈഡിൽ കുഴിച്ചു വെച്ചു. അത് വളരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പുതിയ ഇലകളുണ്ടായാൽ, പുതിയ നാമ്പുണ്ടായാൽ എനിക്കേറെ സന്തോഷമാണ്. ഒരു ദിവസം എൻ്റെ അനുജന്മാരോട് ചേർന്ന് ഞാൻ കുട്ടിയും കോലും കളിക്കുമ്പോൾ, ഒരു വലിയ കമ്പ് ഒരു ചെറിയ കമ്പെ തട്ടിക്കളിക്കുന്ന കളിയാണ്. കുട്ടിയും കോലും കളിക്കുമ്പോൾ കുട്ടിയടിച്ച് തെറിച്ചു വന്ന് ഞാൻ നട്ടുവെച്ചിരുന്ന പ്ലാവിൻ്റെ തലക്കെട്ട് കൊണ്ടു പ്ലാന്തല ഒടിഞ്ഞ് തൂങ്ങി. എനിക്ക് വല്ലാത്ത പ്രയാസമായി. ഞാൻ ആ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. എൻ്റെ അനുജന്മാരും കൂട്ടുകാരുമൊക്കെ എന്നെ കളിയാക്കി. അവരെന്നെ കളിയാക്കിയിട്ട് പോയപ്പോൾ എൻ്റെ കൊച്ചു ബുദ്ധി, ഒരീറ്റക്കമ്പ് ഞാൻ മണ്ണിലേക്ക് കുത്തി നാട്ടി ആ ഒടിഞ്ഞു കിടന്ന പ്ലാവിൻ്റെ തല നേരെ വെച്ച് ആ ഈറ്റക്കമ്പയിലേക്ക് ചേർത്ത് വെച്ച് ആ പ്ലാവിനോട് ചേർത്ത് ഞാനങ്ങ് കെട്ടി. അല്പം ചാണകമൊക്കെ തേച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാനത് അഴിച്ചു നോക്കുമ്പോൾ ആ പ്ലാവിൻ്റെ തലയ്ക്കും വളരാൻ തുടങ്ങിയിരിക്കുന്നു. ആ പ്ലാവ് വളർന്നു. പ്ലാവിനോടൊപ്പം ഞാനും വളരാനായിട്ട് തുടങ്ങി. ആ പ്ലാവ് നിറച്ച് ചക്കയായി. വീട്ടിൽ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയും, ഇത് ചെറിയ പ്ലാവാണെങ്കിലും നിറച്ച് ചക്കയാണല്ലോ. അത് കേൾക്കുമ്പോൾ ഞാൻ വാചാലനാകും. അത് ഒടിഞ്ഞ കഥ പറയാൻ, വെച്ച് കെട്ടിയ കഥ പറയാൻ, ഫലം ചൂടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറയാൻ എന്തെന്നില്ലാത്ത ഒരാവേശമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നന്മയിലും വിശുദ്ധിയിലും അഭിഷേകത്തിലും കൃപയിലും വളരാൻ പറ്റാത്ത വിധത്തിൽ നാം വളർന്നു വന്ന സാഹചര്യം നമ്മളെ ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മുറിച്ചു മാറ്റുന്നവനല്ല, വച്ച് കെട്ടി വളർത്തുന്നവനാണ് ദൈവം. ദൈവം നമ്മളെ വളർത്തുന്നവനാണ്. ദൈവം നമ്മളെ ഉയർത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ചതഞ്ഞ ചില മേഖലകൾ, നമ്മുടെ മനസ്സിൻ്റെ ചില കോംപ്ലക്സുകൾ, നമ്മുടെ മനസ്സിൻ്റെ ചില പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ, യേശുവേ എന്നിലേക്ക് വരണമേ, ഈശോയെ അവിടുത്തെ തിരക്തം ഒഴുക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ആന്തരിക സൗഖ്യത്തിൻ്റെ വേറൊരു മേഖലയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. 1, മുഖത്ത് എപ്പോഴും ദുഃഖഭാവം. നമ്മുടെ മുഖത്ത് എപ്പോഴും ദുഃഖഭാവമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? വ്യാകുലമാതാവിൻ്റെ മുഖം പോലെയാണ് നിൻ്റെ മുഖമെന്ന് നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടോ? അത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. മറ്റൊന്ന്, സ്വയം ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം, തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു സ്വഭാവം, അത് സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. വേറൊന്നുള്ളത്, സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥയാണ്. സ്വയം തീരുമാനമെടുക്കാൻ പറ്റിയില്ല, മറ്റുള്ളവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരപ്പനും അമ്മയും സംസാരിക്കാനായിട്ട് വന്നു. മകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ഒന്ന് സംസാരിക്കണം. സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇവൾക്ക് 20 വയസ്സ് പ്രായം, ഭർത്താവിന് 40 വയസ്സ് പ്രായം. ഗൾഫിൽ ജോലിയുള്ള ഭർത്താവ് നാട്ടിൽ വന്ന് അപ്പനോടും അമ്മയോടും കല്യാണം ആലോചിച്ചപ്പോൾ മകളോട് അനുവാദം ചോദിച്ചു. മകളെ അവൾ ചോദിച്ചു, നിനക്കെങ്ങനെയാണ്, ഇഷ്ടമാണോ? അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് അവൾ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ
ഈ 40 വയസ്സുകാരൻ 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മോളെ മോളെ എന്നാണ് വിളിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പം മോനെന്നോ മോളെന്നോ ഒക്കെ വിളിച്ചെന്ന് വരാം ഒരേ പ്രായത്തിൽ നിൽക്കുമ്പോൾ. ഇതങ്ങനെയല്ല. നീ കൊച്ചാണ്, നിനക്കൊന്നും മനസ്സിലാകുകയില്ല, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ഞാൻ നിങ്ങളുടെ മകളൊന്നുമല്ല, എൻ്റെ അഭിപ്രായത്തിനും വിലയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. അതയാൾ കേൾക്കാൻ തയ്യാറല്ല. ഇത് ഈ കൊച്ചിൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ബന്ധം തകർന്നു പോയിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, എൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കാതിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. ചില കുട്ടികൾ പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, അവർ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു തവളയെ കണ്ടാൽ പേടിയാണ്, രക്തം കണ്ടാൽ തല കറങ്ങുന്ന സ്വഭാവമാണ്. പക്ഷേ അപ്പനും അമ്മയ്ക്കും ഇവരെ ഡോക്ടറാക്കിയേ തീർക്കാൻ പറ്റും. ഡോക്ടറായാൽ മതി. പേടിയും വിറയായി പിള്ളേർക്ക്. അവർക്ക് വേറെ ഏതെങ്കിലും പ്രൊഫഷനാണ് താല്പര്യമെങ്കിൽ അതിലേക്ക് നയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ പിള്ളേർക്ക് എന്ത് കഴിവാണോ ഉള്ളത്, ആ കഴിവ് മനസ്സിലാക്കി അവരെ ഉയർത്തുന്നതാണ് കുറേ കൂടെ നല്ലത്. ഇത് നമ്മുടെ ഉള്ളിൽ പൂർത്തിയാകാത്ത ചില ആഗ്രഹങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് മക്കളിലൂടെ സഫലമായി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ വികലതയുടെ പ്രശ്നമാണത്, മനസ്സിൻ്റെ മുറിവിൻ്റെ പ്രശ്നമാണ്, സൗഖ്യമില്ലാത്തൊരു മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരും. എപ്പോഴും ഭയവും ഉത്കണ്ഠയുള്ള ആളുകളുണ്ട്, അവർ ആന്തരിക സൗഖ്യം കിട്ടേണ്ട ആളുകളാണ്. നിങ്ങൾക്ക് അങ്ങനെ ഭയമുണ്ടോ? ആൾക്കൂട്ടത്തെ ഭയം, ജനത്തെ ഭയം, രക്തം കാണുമ്പോൾ ഭയം, കല്യാണം കഴിക്കാൻ ഭയം, ഗർഭം ധരിക്കാൻ ഭയം, പ്രസവിക്കാൻ ഭയം, ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയം, ഇരുട്ട് കാണുമ്പോൾ ഭയം, അങ്ങനെ പലതിനെയും ഭയമുള്ള ആളുകളുണ്ട്. ഭയം മനുഷ്യനെ ബന്ധിക്കാം. നീ എന്തിനെ ഭയപ്പെടുന്നോ ആ ഭയം നിന്നെ അടിമപ്പെടുത്തും. ജോബിൻ്റെ പുസ്തകം 3:24-25. നീ ഭയപ്പെട്ടത് നിൻ്റെ മേൽ വന്ന് ഭവിക്കും. നീ ഭയപ്പെട്ടത് നിൻ്റെ മേൽ വന്ന് ഭവിക്കും. നീ എന്തിനെ ഭയപ്പെടുന്നോ അത് നിന്നെ ഭരിക്കും. ചില ആളുകൾ വിചാരിക്കുന്നത് ആരാണ്ടോ എനിക്കെതിരായിട്ട് കൂടോത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രം ചെയ്തിട്ടുണ്ട്, മരിച്ച ആളുകൾ വന്ന് കൂടുന്നുണ്ട്. ഇതുപോലുള്ള അന്ധവിശ്വാസത്തിൽ ബന്ധിക്കപ്പെട്ട് ഭയന്ന് കഴിയുന്ന ആളുകളുണ്ട്. മരിച്ച ഒരാത്മാവിനെ വന്ന് ആരെയും ഉപദ്രവിക്കാൻ പറ്റിയല്ല. മരിച്ച ഒരാത്മാവും ആരെയും ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് മരിച്ച ഒരാത്മാവിനെയും പേടിക്കേണ്ട കാര്യമില്ല, അല്പം പോലും പേടിക്കേണ്ട. പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഭയങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ബൈബിൾ 366 പ്രാവശ്യവും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. എൻ്റെ വിജയകരമായ വലത് കൈ നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ശക്തി പകർന്ന് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ചില ആളുകളുടെ ഉള്ളിൽ ചിന്തയാണ്, ഞാൻ സുരക്ഷിതനല്ല, സുരക്ഷിതയല്ല എന്ന ചിന്ത. അങ്ങനൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളാണ് കിടന്നുറങ്ങുമ്പോഴും അയാൾക്കൊരു ചിന്ത, കഥ കടച്ചോ എന്നൊരു സംശയം. ആൾ എഴുന്നേറ്റ് പോയി കഥക് കുറ്റിയിടുകയാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൈ വൃത്തിയായോ എന്നൊരു സംശയം. ഇയാൾ കഴുകി മടുക്കുവാണ്, കഴുക്കോട് കഴുക്ക, കഴുകിയിട്ടൊന്നും അയാൾ വൃത്തിയാകുന്നില്ല. ഞാൻ അയാളോട് സംസാരിച്ചു, ഏതോ പാപം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഒരാളെ പ്രേമിച്ച് ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്തിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂദാശ ഇല്ലാത്ത ഒരു സഭയിൽപ്പെട്ട ആളാണ്. ഈ പാപം ഏറ്റുപറയാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. ഈ പാപം ഉള്ളിൽ കിടക്കുകയാണ്. ഈ പാപം കഴുകിപ്പോയോ എന്ന് അയാൾക്കറിയാൻ പാടില്ല. മനസ്സ് തകർന്നിട്ട് ഈ മനുഷ്യൻ കൈ കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. കൈ കഴുകിയിട്ട് വൃത്തിയാകുന്നില്ല. ഈ പാപത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു. അയാളുടെ കൈ കഴുകുന്ന രോഗം മാറി.
അയാളുടെ പ്രശ്നം മാറി. ഒന്ന് ഓർത്ത് നോക്കൂ പ്രിയരെ, കർത്താവ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടുന്നത് എന്ന്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഏറ്റിട്ടുള്ള ആ പ്രശ്നം, ആ മുറിവ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുകയാണ്. ചിലർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിൻ്റെ പ്രശ്നമാണ്. അത് കറുത്ത ആളുകളെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, വെളുത്ത ആളുകളെ അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ട്, ജോലിയില്ലാത്തവരോട് ഒരു ബന്ധമില്ല, ഒരു സ്നേഹമില്ല. സ്ത്രീധനം കൂടുതൽ കൊണ്ടുവന്ന മരുമകളോട് താല്പര്യം, സ്ത്രീധനം കുറച്ച് കൊണ്ടുവന്നവരോട് താല്പര്യമില്ല. ഉള്ളിൽ ഈ ചിന്ത കിടക്കുകയാണ്. ചിലരെ അംഗീകരിക്കുന്നില്ല. ഒരു വസ്തുവിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഒന്നും ആളുകളെ അംഗീകരിക്കുന്ന കാര്യത്തിൽ പ്രശ്നമുണ്ടാകരുത്. അത് മനസ്സിൻ്റെ പ്രശ്നം തന്നെയാണ്. ചില ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഏകാന്തത, എപ്പോഴും ഏകാന്തതയിലിരിക്കാനാണ് ആഗ്രഹം. കല്യാണം കഴിഞ്ഞ ഭാര്യയും പിള്ളേരും ഉണ്ട്. ഈ ഏകാന്തവാസം അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കാനാണ് താല്പര്യം. അത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. അത് മനസ്സിൻ്റെ മുറിവാണ് അയാളെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശരീരത്തെ എവിടെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. എപ്പോഴും ദേഹത്ത് എവിടെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അത് സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണത്. എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന വിചാരമുള്ള ആളുകളുണ്ട്. ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ, ഞാൻ പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ, അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണ്. ചിലർക്ക് കരയാൻ പറ്റുന്നില്ല, ചിലർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. മരിച്ച വീട്ടിൽ ചെന്നാൽ പോലും കരയാൻ പറ്റാത്ത ആളുകളുണ്ട്, കരയാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. എൻ്റെ ചാച്ചൻ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല, എനിക്ക് കരയാൻ പറ്റിയിട്ടില്ല. എന്നാൽ പിറ്റേ ദിവസം ചാച്ചനെ അടക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചാച്ചാന്ന് വിളിച്ച് എഴുന്നേൽക്കുന്ന എനിക്ക് ഇനി ചാച്ചൻ ഇല്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് കരച്ചിൽ അവിടെ മുതൽ പള്ളി വരെ ഞാൻ കരഞ്ഞു. ഈ കരച്ചിൽ തലേ ദിവസം കരഞ്ഞിരുന്നെങ്കിലും എന്തുകൊണ്ട് ഞാൻ കരഞ്ഞില്ല? എൻ്റെ ചാച്ചൻ മരിച്ചപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണത്. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചാച്ചൻ വന്നതിനോട് പറഞ്ഞു, ഞാൻ പോലും കരയുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അന്ന് എൻ്റെ കരച്ചിൽ നിന്നുപോയതാണ്. പിന്നെ ആര് മരിച്ചാലും ഞാൻ കരയുകയില്ല. പ്രിയപ്പെട്ടവരെ, ആന്തരിക സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് കരുണ കാണിച്ചു. എൻ്റെ ചാച്ചൻ മരിച്ച എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട് മുതൽ പള്ളി വരെയും ഞാൻ കരഞ്ഞ് ആ കുഴിമാടത്തിൽ ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അന്നുവരെയും തളം കെട്ടിക്കിടന്നിരുന്ന സകല ദുഃഖചിന്തകളും ഒഴുകിപ്പോയി. കരയുന്നത് തന്നെ ഒരു സൗഖ്യമാണ്. നിരാശയുടെ കരച്ചിലല്ല, കണ്ണ് നിറഞ്ഞൊഴുകി സകല ദുഃഖവും പോകട്ടെ. അതുകൊണ്ടല്ലേ കരയുന്നവർക്ക് അറ്റാക്ക് വരികയില്ലെന്നൊക്കെ പറയുന്നത്. കരയുന്നവർക്ക് അറ്റാക്ക് വരാൻ സാധ്യത കുറവാണ് എന്ന്. ദുഃഖം നമ്മുടെ ഉള്ളിൽ കിടക്കരുത്, അത് പുറത്തേക്ക് പോകട്ടെ. വേറെ ചില ആളുകൾ എവിടെയെങ്കിലും ഇരുന്നാൽ ആ പ്രദേശം മുഴുവനും തുപ്പിക്കൂട്ടുന്ന ആളുകളാണ്. ചിലരുടെ ചിന്ത എങ്ങനെയാണ്? ഒന്നും ശരിയാവുകയില്ല, ഞാൻ ചെയ്താൽ ശരിയാകുകയില്ല, ഇത് പഠിക്കുന്നു, അത് ശരിയാകുകയില്ല, ഇത് ശരിയാകുകയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണ്. ചിലർക്ക് ലൈംഗികതയോട് അറപ്പാണ്, അറപ്പും വെറുപ്പും ഉള്ളിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ ദുരുപയോഗിക്കപ്പെട്ട ഒരനുഭവമായിരിക്കാം അവരെ അങ്ങനെയാക്കി തീർത്തിട്ടുള്ളത്. അതവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ദാവീദ് രാജാവ് ബത്ശബയുമായി പാപം ചെയ്തു. ബത്ശബയിലൊരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് മരിച്ചുപോയി. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു, അത് സോളമൻ. ദാവീദ് ഒരു സ്ത്രീയെ എത്തി നോക്കി പാപത്തിൽ വീണ വ്യക്തിയാണ്. ഈ സോളമൻ ഏത് രാജ്യത്ത് ചെന്നാലും സ്ത്രീ ആയാൽ മതി, ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും കുഴപ്പമില്ല, സകല സ്ത്രീകളെയും സ്വന്തമാക്കി. സോളമന് 1000 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. 700 ഭാര്യമാരും 300 ഉപനാരികളും, അങ്ങനെ 1000 പേര് സോളമനുണ്ടായിരുന്നു. അതുവഴി ആ കൊട്ടാരം തന്നെ തകർന്നു പോകാനായിട്ട് കാരണമായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആളുകളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും ഏദൻ തോട്ടത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി പറിച്ചു തിന്ന് പരസ്പരം പഴിക്കുകയാണ്. നീയാണ് ആ പഴം പറിച്ചത്, നിങ്ങളാണ് ആ പഴം തിന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുന്ന കാലം.
പറുദീസായിൽ നിന്ന് പുറത്തിറങ്ങി പറുദീസ നഷ്ടപ്പെടാൻ കാരണം നിങ്ങളാണ്, നീയാണെന്ന് പറഞ്ഞ് തർക്കിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടായ സന്താനമാണ് കായേൻ. ഈ കായേന് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അപ്പനും അമ്മയും പരസ്പരം അംഗീകരിക്കാത്തപ്പോൾ ഉണ്ടായ ഈ കായേന് സ്വന്തം ആബേലിൻ്റെ ബലി അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആബേലിനെ കൊന്നുകളയുകയാണ്. ഈ മാതാപിതാക്കന്മാരുടെ മനസ്സ് അതുപോലെ തന്നെ കായേൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. കായേൻ ആബേലിനെ അംഗീകരിക്കുന്നില്ല. ഇവനാണ് പ്രശ്നം. എൻ്റെ ബലി സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇവനാണ്. അതുകൊണ്ട് ഇവനെ തട്ടിക്കളഞ്ഞേക്കാം. തട്ടിക്കളയുകയാണ്. അതുകൊണ്ട് ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കിടക്കുകയാണ്, അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, അവരൊക്കെ ഉള്ളിടത്തോളം കാലം എനിക്ക് ജീവിക്കാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. മതത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നുവെങ്കിൽ ഉള്ളിലൊറ്റ വികാരമുള്ളൂ, അവരുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല, അവരുണ്ടെങ്കിൽ എനിക്ക് വളരാൻ പറ്റുകയില്ല. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ശത്രുവല്ല. മനുഷ്യൻ പരസ്പരം സഹായിച്ച് വളരേണ്ടവരാണ്. മനസ്സിൻ്റെ മുറിവ് കൊണ്ടാണ് മനുഷ്യൻ പരസ്പരം വെട്ടിമരിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് സൗഖ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. മതങ്ങൾക്കും ജാതികൾക്കും വർണ്ണങ്ങൾക്കും വർഗങ്ങൾക്കുമൊക്കെ അപ്പുറമായി നിൽക്കുന്ന ഒരു ബന്ധവും സ്നേഹവുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. ക്രിസ്തുവിന് അങ്ങനെ ഒരു ഹൃദയവിശാലതയുണ്ട്. ക്രിസ്തു എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാനായിട്ട് തയ്യാറായ വ്യക്തിയാണ്. എല്ലാവരെയും ക്രിസ്തു ഉൾക്കൊണ്ടു. പാപിയെയും രോഗിയെയും ചുങ്കക്കാരെയും തകർന്നവരെയും പ്രശ്നക്കാരെയും ഒക്കെ ഈശോ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈശോ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. സൗഖ്യപ്പെട്ട ഒരു മനസ്സാണ് നമ്മുടേതെങ്കിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തുകയില്ല. സൗഖ്യം കിട്ടേണ്ട വേറൊരു മേഖലയാണ് മറ്റുള്ളവർ പറയുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം, കുറ്റം പറയുകയും കുറ്റം കാണുകയും ചെയ്യുന്ന സ്വഭാവം. ഇതൊക്കെ ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. ചിലർ ആവശ്യത്തിന് പോലും പണം ചെലവാകാത്ത ആളുകളാണ്. സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. ഇതോടൊപ്പം നിൽക്കുന്ന ആന്തരിക സൗഖ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആസക്തിയുടെ മേഖലകൾ. ചില ആസക്തികൾ മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവിടെ സൗഖ്യം കിട്ടണം. ഒന്ന് ധനാസക്തി. ധനാസക്തിയുള്ള വ്യക്തി ഏത് ഹീനമാർഗത്തിലൂടെയും പണമുണ്ടാക്കും. പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരാകെപ്പാടെ സങ്കടപ്പെടും. ഈ ആസക്തിയുടെ ബന്ധനമുള്ള വ്യക്തികളുടെ പ്രശ്നം അതാണ്. പണം എന്തിനാണെന്ന് അവർക്കറിയാൻ പാടില്ല. അവരിങ്ങനെ കുന്നുകൂട്ടുന്നതിൽ അവരങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരാസക്തിയാണത്, ധനാസക്തി. മറ്റൊന്ന് ഭോജനാസക്തിയാണ്. അതൊരു ബന്ധനമാണ്. അത് ആന്തരിക സൗഖ്യം കിട്ടേണ്ടതാണ്. ഭക്ഷണം കഴിച്ചാലും പോരാ, പിന്നെയും കഴിക്കണം. ഭക്ഷണത്തിന് വേണ്ടി പണം മുടക്കുകയാണ്. കുറച്ച് കഴിക്കും, പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു, വേസ്റ്റായി കളയുന്നു. ഇതൊരാസക്തി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. അതൊരു ബന്ധനാവസ്ഥയാണ്. ആ മേഖലയിൽ സൗഖ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഭോജനാസക്തി. മറ്റൊന്ന് ഭോഗാസക്തിയാണ്. ഏത് വ്യക്തികളുമായി ഈ പാപം ചെയ്യാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ഒരവസ്ഥയാണ്. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവന് വീണ്ടും വിചാരമില്ല എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മേഖലയിൽ വീഴ്ചയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. മറ്റൊന്ന് കോപാസക്തിയാണ്. ഇതൊരു ആസക്തിയായിട്ട് ഉള്ളിൽ കിടക്കുക. കോപിക്കുന്നതിലൊരു ആനന്ദം, മറ്റുള്ളവരോട് കോപിക്കുക. ഒരുപക്ഷെ തീരെ കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കോപിച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ പേടിച്ച് മാറി നിന്ന് കാണും. അതുള്ളിൽ കിടക്കുകയാണ്. ഇപ്പോഴും കോപിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മാറിപ്പോകും എന്നൊരു വിചാരമാണ്. പക്ഷേ നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരോ നമ്മളെക്കാൾ കഴിവുള്ളവരോ ആണ് മറ്റുള്ളവരെങ്കിൽ അവർ നമ്മളെ ഇടിച്ച് ശരിയാക്കാം, അല്ലെങ്കിൽ നമ്മളെ ആ സ്ഥാനത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് വിടാം, അല്ലെങ്കിൽ ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചില ആസക്തിയുടെ ബന്ധനങ്ങൾ അനേകം വ്യക്തികളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടണം. വേറൊരു ആസക്തിയാണ് ആഡംബരാസക്തി. ഈ ആഡംബര വസ്തുക്കൾ വാരി കൂട്ടുന്നതിൽ ഒരു സന്തോഷമാണ്. ആഡംബരമായിട്ടുള്ള വീടുകൾ, ആഡംബരമായിട്ടുള്ള കാറുകൾ, ആഡംബരമായ വസ്തുക്കൾ,
അത്യാവശ്യം നല്ല വസ്തുക്കളൊക്കെ നാം ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഒരു ബന്ധനം പോലെ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയായിത്തീരുന്നു. അതില്ലെങ്കിൽ എനിക്കൊരു രക്ഷയുമില്ല എന്നൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ഇത് സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണ്. നമ്മുടെ മനസ്സ് സൗഖ്യപ്പെടണം. മുറിവേറ്റ മനസ്സിനെ കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും മെലിഞ്ഞതിനെയും ഞാൻ തന്നെ സംരക്ഷിക്കും. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരത്ഭുത സൗഖ്യം ദൈവം നമുക്ക് തരുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലം മുതൽ ഈ നാൾ വരെയും നമ്മുടെ മനസ്സിനേറ്റിട്ടുള്ള സകല മുറിവുകളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നാം കൊടുക്കണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം സ്വീകരിച്ച് വേണം വളർന്നു വരാനായിട്ട്. പ്രാർത്ഥിച്ചും ആലോചിച്ചും ചിന്തിച്ചും ഒരുങ്ങിയും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് പറ്റുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബൈബിളിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11:16, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും ശുദ്ധം, വിശുദ്ധമായ വേരിൽ നിന്ന് വിശുദ്ധമായ ശാഖകൾ, നല്ല മാതാപിതാക്കന്മാരിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ, ഉണ്ണിയെ കാണുമ്പോഴറിയാം ഊരിലെ പഞ്ഞം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞ മേഖലകൾ ഏതെങ്കിലും ഈ വചനം കേട്ട നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ പ്രയാസപ്പെടരുത്. നിങ്ങളെ കർത്താവ് മുറിച്ചു മാറ്റിയല്ല, നമ്മളെ ആരെയും ദൈവം മുറിച്ചു മാറ്റിയല്ല. ദൈവം നമ്മളെ വച്ച് കെട്ടി വളർത്തും. മുറിവേറ്റ നമ്മളെ വച്ച് കെട്ടി കർത്താവ് വളർത്തും. അങ്ങനെ അവിടുന്ന് ഉയർത്തും. ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 25 മുതൽ നമ്മൾ വായിച്ച് താഴേക്ക് വരുമ്പോൾ നല്ല സമറായൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. അർത്ഥപ്രാണനാക്കി വഴിയിലിട്ട് മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന വ്യക്തി, മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ സമറായൻ വന്ന് ശുശ്രൂഷിക്കുകയാണ്. അത് ഈശോ തന്നെയാണ്. ആ സമറായൻ മറ്റാരുമല്ല, ഈശോ തന്നെയാണ്. എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നാക്കി അന്ന് മുഴുവനും പരിചരിച്ച് പിറ്റേ ദിവസം കൂടുതലായിട്ട് എന്തെങ്കിലും വന്നാൽ ഇനി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്ന നല്ല സമറായനെ നമ്മൾ കാണുകയാണ്. മുറിവുണക്കി തൈലം പൂശി നമ്മളെ സുഖപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ്, എന്തു കുറവ് വന്നാലും ഞാൻ പരിഹരിച്ചോളാം, ഇനി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുന്ന നമ്മുടെ കർത്താവ്. പ്രിയ മകനെ, മകളെ, നിനക്കെന്തു കുറവുണ്ടെങ്കിലും നിനക്കെന്തു പോരായ്മയുണ്ടെങ്കിലും നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ സുഖപ്പെടുത്തുന്ന, നിൻ്റെ മുറിവ് വെച്ച് കിട്ടുന്ന കർത്താവാണ് അവിടുന്ന്. ആ കർത്താവ് നിൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകി വരാൻ, ആരോഗ്യമുള്ള സൗഖ്യമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, നന്മയിൽ വളരണ്ടേ നമുക്ക്, വിശുദ്ധിയിൽ വളരണ്ടേ നമുക്ക്, അഭിഷേകത്തിൽ വളരണ്ടേ നമുക്ക്. അതിന് കർത്താവ് നമ്മളെ സഹായിക്കും. യേശുവിൻ്റെ കൂടെ നടന്നവർ, തള്ളിപ്പറഞ്ഞവരും ഒറ്റിക്കൊടുത്തവരും മാറ്റി നിർത്തിയവരെയും ഒക്കെ കർത്താവ് ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. യൂദാസ് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും കർത്താവ് ചേർത്ത് നിർത്തുകയാണ്. തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ച് സൗഖ്യം കൊടുത്ത് മാർപ്പാപ്പയാക്കി മാറ്റിയ കർത്താവ്, മറ്റ് ശിഷ്യന്മാരെ എല്ലാം ഉയർത്തി വളർത്തിയ അതേ കർത്താവ് നമ്മളെയും ഉയർത്തി വളർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ചതഞ്ഞ ഞാങ്ങണ അങ്ങ് മുറിക്കുകയില്ലല്ലോ, മങ്ങിയ തിരി അങ്ങ് കെടുത്തുകയില്ലല്ലോ. ഞങ്ങളുടെ ജീവിതം ഒരു ചതഞ്ഞ ഞാങ്ങണയാണ്. ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മയിലും കൃപയിലും വിശുദ്ധിയിലും വളരാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എല്ലാം അത്ഭുതകരമായി സുഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.